ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ സ്നേഹഭാജനങ്ങളായ സഹോദരി സഹോദരന്മാർക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം. നാം ചിന്തിച്ചുകൊണ്ട് വന്നതായ ഭാഗം ദൈവസ്നേഹം എന്നുള്ളതാണ്. ദൈവസ്നേഹം ഉളവാകുന്നത് എങ്ങനെയാണ് എന്നതാണ് നാം നാളുകളായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം എന്നാണ് പൗലോസ് ശ്ലീഹ തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. ഇപ്പോൾ നാം ചിന്തിച്ചു വരുന്നത് നിർവ്യാജ വിശ്വാസം എന്നുള്ളതാണ്. നിർവ്യാജ വിശ്വാസത്താൽ ഉളവാകുന്ന ദൈവസ്നേഹം, ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നത് നിർവ്യാജമായ വിശ്വാസമാണ്. അഥവാ വിശ്വാസം പ്രകടിപ്പിക്കപ്പെടുന്നത് സ്നേഹത്തിൽ കൂടിയാണ്. ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ്. സ്നേഹമുള്ളിടത്തേ വിശ്വാസമുള്ളൂ, വിശ്വാസമുള്ളിടത്തേ സ്നേഹമുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ വിശ്വാസം വേണം. യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം നമുക്ക് വേണം. എന്നാൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. കർത്താവിന് ഒരു മുഖപക്ഷവുമില്ല. എല്ലാവരോടും കർത്താവിന് സ്നേഹമാണ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട സകലമാന മനുഷ്യരോടും ദൈവത്തിന് സ്നേഹമേ ഉള്ളൂ. ദൈവം ആരെയും വെറുക്കുന്നില്ല, ആരെയും മാറ്റി നിർത്തുന്നില്ല. പക്ഷേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ഈ ദൈവത്തിൽ വിശ്വാസം വേണം. ദൈവം, എൻ്റെ ദൈവം, ദൈവം ആരാണ്? എൻ്റെ ദൈവം ആരാണ്? എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ എന്നെ തൻ്റെ പൊന്നുകരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. അവൻ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടി ക്രൂശിൽ സ്വയം ബലിയായി അർപ്പിച്ചു. തൻ്റെ ജീവനെ എനിക്ക് വേണ്ടി ക്രൂശിൽ വെടിഞ്ഞു. എനിക്ക് വേണ്ടി അവൻ പീഡാനുഭവങ്ങൾ ഏറ്റു. എനിക്ക് വേണ്ടി മരിച്ചു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, അവൻ ഇന്നും ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ഇന്നും എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ ഈ ദുഷ്ടലോകത്തിൽ, പാപമയമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാപങ്ങൾക്ക് ദൈവസന്നിധിയിൽ മോചനം ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പാകെ ഇടനിലക്കാരനായി നിൽക്കുകയാണ്, മധ്യവർത്തിയായി നിൽക്കുകയാണ്, മീഡിയേഷനുമായിട്ട് നിൽക്കുകയാണ്. അതിനവൻ കൊടുത്ത വില തൻ്റെ സ്വന്തം രക്തം. ആ സ്വന്തം രക്തം പിതാവിനെ കാണിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ, ആ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ എനിക്ക് വേണ്ടി അവൻ അഭയയാചന ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ യേശു എന്നെ സ്നേഹിക്കുന്നു. അവൻ എന്നോ ഇഷ്ടമാണ്. അവൻ എന്നെ സ്നേഹമാണ്. അവൻ എന്നെ അറിയുന്നു. ഈ നിത്യജീവന് വേണ്ടി, നിത്യജീവൻ്റെ അവകാശം തരാൻ, സ്വർഗത്തിൽ ഇരുത്താൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തു, എന്നെ മുന്നമേ നിയമിച്ചു. ഞാൻ അറിയാതെ തന്നെ ഇതെല്ലാം സംഭവിച്ചു. ഇന്നും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതെല്ലാം അറിയുമ്പോൾ ഈ വചനത്തിൽ കൂടെ ഇതെല്ലാം നമുക്ക് വിശദീകരിച്ച് തരികയാണ്. ഈ ദൈവസ്നേഹത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ വിശുദ്ധ വേദപുസ്തകം മുഴുവനും. അത് നാം ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് കേൾക്കുകയും വിശ്വസിക്കുകയും, സത്യവചനം, ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം, പരിശുദ്ധാത്മാവ് തരുന്ന വചനം, പ്രസംഗം കേട്ടാൽ പോരാ, പരിശുദ്ധാത്മാവ് തരുന്ന വചനം, പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കുന്ന ഒരു സ്വർഗീയ കൂട്ടായ്മ. അങ്ങനെ ഒരു വിശുദ്ധ കൂട്ടായ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം വചനം തരും. വിശ്വസിച്ചാൽ മാത്രം മതി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ട ഞങ്ങളൊക്കെ അത് അനുഭവിക്കുന്നവരാണ്.
അതുകൊണ്ടാണ് ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നത്, പാപമില്ലാത്തതുകൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, ഞാനും ഏറ്റവും ഹീനമായ പാപമുള്ളവനാണെന്ന് ഞാൻ ദൈവസന്നിധിയിൽ 100% അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വർഷവും ഈ പീഠാനുഭവ വാരത്തിൽ കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ആ പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് ഞാനൊരു സത്യകുമ്പസാരം നടത്തിയ ആളാണ്. സഭ ക്രമീകരിച്ചിട്ടുള്ള ചട്ടം കെട്ടുകളെല്ലാം നടത്തിയിട്ടുള്ളതനുസരിച്ച് ബഹുമാനപ്പെട്ട പുരോഹിതന് മുമ്പിൽ എൻ്റെ പാപങ്ങൾ അവിടെ തുറന്നു വെച്ചു, ഏറ്റുപറഞ്ഞു, കണ്ണീരോടെ ഏറ്റുപറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏറെ നേരം ഞാൻ ഏറ്റുപറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നല്ല സമാധാനത്തോടെയാണ് എഴുന്നേറ്റ് പോകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള സജീവമായ ബന്ധം ഇന്നും തുടരുവാൻ ദൈവം കൃപ തന്നു. പാപം വരാഞ്ഞിട്ടല്ല, വരുമ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരം തന്ന് എന്നെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള, മനസ്സുള്ള, എന്നെ സ്നേഹിക്കുന്ന, സ്നേഹാർദ്രമായ ഹൃദയമുള്ള, എന്നെ വാത്സല്യിക്കുന്ന ഒരു സ്വർഗീയ സ്നേഹമുണ്ട്. ഓടിച്ചെന്ന് അവിടെ ചെന്ന് ഏറ്റുപറഞ്ഞ് ആ തൃപ്പാദം ചുംബിച്ചുകൊണ്ട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ ആ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഈ വിശ്വാസം എന്നും നമ്മിൽ ജ്വലിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. വിശ്വാസം ഒരു കൃപാവരമാണ്. നമുക്ക് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കാം. അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നുവെങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആരെയാണ് ഞാൻ വിശ്വാസം വെച്ചിരിക്കുന്നത്? ആരിലാണ് എൻ്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ്. ഞാൻ വിശ്വസിക്കുന്നതായ ആ വ്യക്തിയെ എനിക്ക് നല്ല പരിചയമാണ്. അവൻ എന്നെ സ്നേഹമാണ്, എനിക്ക് അവനെയും സ്നേഹമാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. എൻ്റെ ഉപനിധി എന്താണ്? ഉപനിധി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് കമ്മിറ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. അവന് ഞാൻ കൊടുത്തതെന്തോ, അവനിലേക്ക് അർപ്പിച്ചതെന്തോ, അതാണ് ഉപനിധി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനോട് പറഞ്ഞതെന്താണ്? ഞാൻ അവനെ ഏൽപ്പിച്ചതെന്താണ്? ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിപ്പാനായിട്ട് ഞാൻ ആശിക്കുന്നത് എന്താണ്? എല്ലാം ഞാൻ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതാണ്. എന്നെ മുഴുവനായിട്ട് ഞാൻ കൊടുത്തതാണ്. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും ആത്മാവും എൻ്റെ ഓരോ അവയവങ്ങളും എൻ്റെ ഓരോ കോശവും എൻ്റെ പാപങ്ങളും എനിക്ക് അവൻ തന്നതെല്ലാം, അവൻ തന്നതേ ഉള്ളൂ, അതെല്ലാം ഞാൻ അവന് കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം ഇന്ന് ഉപയോഗിക്കുന്നത് അവനാണ്. ആണോ പ്രിയപ്പെട്ടവരെ? ഇത് പറയാൻ ധൈര്യം എനിക്കിപ്പോഴും ഇല്ല. ഞാൻ വളരെ ഭയത്തോടെയാണിത് പറയുന്നത്. അങ്ങനെ അവൻ്റെ കയ്യിലേക്ക് എല്ലാം ഏൽപ്പിച്ചു എന്ന ഉറപ്പുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ത് മധുരമാണ്. ഒരു ഭാരം വന്നു, ഒരു രോഗം വന്നു, ഒരു കഷ്ടത വന്നു, ഒരു അപകടം വന്നു, ഒട്ടും ക്ലേശിപ്പാനില്ല. കാരണം ഞാൻ അവനെ ഏൽപ്പിച്ചതാണിതല്ല. എൻ്റെ ശരീരം ഏൽപ്പിച്ചതാണ്, എൻ്റെ അവയവങ്ങൾ ഏൽപ്പിച്ചതാണ്. എനിക്ക് സൗഖ്യം വേണോ? അവനറിയാം, വേണമെങ്കിൽ തരും. ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിലും എനിക്ക് വന്ന കഷ്ടതയോ ദാരിദ്ര്യമോ അല്ലെങ്കിൽ അപകടമോ അല്ലെങ്കിൽ രോഗമോ അത് ഏറ്റവും നന്മയ്ക്കാക്കി തീർക്കാനും അവന് കഴിയും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എല്ലാം നന്മയ്ക്കാക്കി അവൻ തീർക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ സ്നേഹമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 തീമോഥെയോസ് 1-ാം വാക്യം മുതൽ വായിക്കാം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല. നാം കർത്താവിനെ നമ്മുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ, നമ്മെ തന്നെ സമർപ്പിച്ചപ്പോൾ അവൻ നമ്മിലേക്ക് അവൻ്റെ ആത്മാവിനെ പകർന്നു വന്നു. നാം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്നു. ജീവിതം സമർപ്പിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച്
എന്നെയും എനിക്കുള്ളതെല്ലാം അവൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ അവൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് തന്നു. ആ ആത്മാവ് എന്താണ്? അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാണ്. അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. അത് സുബോധത്തിൻ്റെ ആത്മാവാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അവനെ തീമോഥെയോസേ, നിന്റെ നിർവ്യാജ വിശ്വാസത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് തലമുറകളായി നിനക്ക് സിദ്ധിച്ചതായൊരു വിശ്വാസമാണ്. നിന്റെ വലിയമ്മ ലൂവീസിലും നിൻ്റെ അമ്മ യുനീക്കയിലും ആ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം നിനക്കും കിട്ടി. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസം നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കണം. നീ ഒരു വിശ്വാസിയാണ്, എനിക്കറിയാം. നീ വിശ്വാസിയാണെങ്കിൽ എൻ്റെ കഷ്ടാനുഭവങ്ങളിൽ, യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ, സുവിശേഷത്തിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്നതായ കഷ്ടങ്ങളിൽ നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ ഗുരു നമ്മൾ നടത്തുമ്പോൾ നാം വിശ്വാസത്തിൽ തികഞ്ഞവരായി ഏത് പീഡയേറ്റും, ഏത് നിന്ദയേറ്റും, ഏത് ദുഷിയേറ്റും നാം കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കും. അങ്ങനെ പൗലോസ് പറയുകയാണ്, തൻ്റെ ശിഷ്യനായ തീമോഥെയോസിനോട് പറയുകയാണ്, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഒരാത്മീയനോട് മാത്രമല്ലേ അത് പറയാൻ പറ്റൂ? എൻ്റെ കഷ്ടത നീ കേൾക്കണമെന്ന് പറയണത് പ്രിയപ്പെട്ടവരെ, അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഉന്നതമായ പദവിയാണത്. നിങ്ങൾക്ക് മനസ്സിലാവൂ? ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉന്നതമായ ഒരു പദവിയാണത്. എല്ലാവരോടും പറയാൻ പറ്റുമോ എൻ്റെ കഷ്ടത നീയും അനുഭവിക്കണമെന്ന്? പ്രിയപ്പെട്ടവരെ, എന്തൊരു സ്വാധീനമാണ്, എന്തൊരു സ്വാതന്ത്ര്യമാണ് ഒരു ദൈവദാസൻ്റെ മേൽ അവനെ ആത്മീയത്തിൽ ജനിപ്പിച്ചതായ അവൻ്റെ ഗുരുവിനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ആര് മനസ്സിലാക്കുന്നു? ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്. എല്ലാവരും പറയും ഞാൻ വിശ്വാസിയാണ്, ഞാൻ കൂട്ടായ്മക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതെല്ലാം എത്ര പേര് വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അനുഭവിക്കുന്നുണ്ട്? ഉണ്ടെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുമോ? ആത്മീയ ഗുരുക്കന്മാരെ തള്ളിപ്പറയുമോ? ദൈവത്തിന് സ്തോത്രം. സ്വന്തം വഴിക്ക് തിരിഞ്ഞു പോകുമോ? പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് വലിയ സ്വത്താണ്. ദൈവത്തിന് സ്തോത്രം. അല്പാൽപ്പമൊക്കെ അനുഭവിക്കാൻ പാവപ്പെട്ട അടിയങ്ങൾക്കും എൻ്റെ കർത്താവ് കൃപ തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കുമൊത്തവണ്ണം അത്രേ. ഈ അനുഗ്രഹങ്ങളെല്ലാം, ഈ വിശ്വാസവും, ഇതെല്ലാം ഒരു കൃപാപരമായിട്ട് ദൈവം മുന്നമേ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. മുന്നമേ ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച് തന്നിട്ടുള്ള ചില അനുഗ്രഹങ്ങളാണിത്. ഈ ദൈവത്തിൻ്റെ ഈ കൃപാവരങ്ങൾ ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. കാരണം ക്രിസ്തു എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു, എനിക്ക് വേണ്ടി അവൻ മരിച്ചു, എനിക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി അവൻ സ്വർഗാരോഹണം ചെയ്തെന്നും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രക്ഷാകരമായ മനുഷ്യാവതാര പ്രവൃത്തികൾ കൊണ്ട് ആ ദൈവികമായ പദ്ധതികൾ ഇത് വെളിപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ ആർക്കും തൊടുവാൻ പാകത്തിന് ലോകത്തിൽ കിട്ടി. ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അവനെ ലോകത്തിന് കിട്ടി. അവനെ ഇന്ന് വിശ്വാസത്താൽ എനിക്കും കിട്ടി. പ്രിയപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പേയുള്ള സ്വന്തം നിർണയവും കൃപയ്ക്കും ഒത്തവണ്ണമാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കിട്ടിയത്. ദൈവത്തോടുള്ള വിശ്വാസം നമുക്ക് കിട്ടിയത്, ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. ആ സുവിശേഷത്തിന് അതാണ് സുവിശേഷം. ഏതാണ്? യേശുക്രിസ്തുവിനെ, അവൻ്റെ സ്നേഹം, ലോകാരംഭത്തിന് മുമ്പേ അമ്മ കണ്ട സ്നേഹം, ഈ യേശുക്രിസ്തുവിനെ നമുക്കിന്ന് വെളിപ്പെടുത്തി തന്നു, വെളിപ്പെട്ട് കിട്ടി. സ്തോത്രം. ആ സ്നേഹം ക്രൂസിൽ വെളിപ്പെട്ടു. ആ സ്നേഹം ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്നോടുകൂടെ ജീവിക്കുന്നു, എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ അവൻ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ എന്ന് ഏറ്റുപറയുന്നതായ ആ വിശ്വാസം, അവനെ അനുഭവിക്കുന്നതായ വിശ്വാസം
ഇത് പ്രിയപ്പെട്ടവരെ, അത് ദൈവം നമുക്ക് തന്ന ദാനമാണ്. അടുത്ത വാക്യം വായിക്കാം. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഈ സുവിശേഷ നിമിത്തമാണ് ഞാൻ ഈ പീഡയെല്ലാം സഹിക്കുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ് ഈ സുവിശേഷം? ഈ സുവിശേഷം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. പ്രിയപ്പെട്ടവർ, ദൈവവേല ചെയ്യുവാനുള്ള നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റിമുലേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെങ്കിലും വെളിപ്പെടുത്തി കൊടുക്കണം. ആ സ്നേഹമൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. മോനെ, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. അത് അനേകരോട് പറയണം. അത് സമൂഹത്തോട് തന്നെ ആവണമെന്നില്ല, ആളാം പ്രതി ഓരോ വ്യക്തിയോടും പറയണം, പാവപ്പെട്ടവനോടും പറയണം, ധനവാനോടും പറയണം, നമ്മെ ഉപദ്രവിക്കുന്നവരോടും പറയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലോകത്തിന് ദൈവത്തെ, യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ വലിയ ശുശ്രൂഷ അപ്പോസ്തലൻ ഏറ്റെടുത്തിട്ട് പറയുകയാണ്, ആ വേല നിമിത്തമാണ് ഞാൻ ഇതൊക്കെ ഇന്ന് സഹിക്കുന്നത്. എന്താ സഹിക്കുന്നത്? അപ്പോസ്തലൻ സഹിക്കുന്നതായ ആ യാതനകൾ എന്താണ്? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് ഒന്ന് വായിച്ച് കേൾക്കാം. ഫിലിപ്പിയർ 1:21 മുതൽ അപ്പോസ്തലനായ പൗലോസ് ഏറ്റതായ പീഡ, സുവിശേഷത്തെ പ്രതി ഏറ്റതായ പീഡകളെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. എന്തൊരു സമർപ്പണമാണത്! ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി. ഏത് പീഡയും വന്നോട്ടെ, ഏത് ഒറ്റപ്പെടുത്തലും വന്നോട്ടെ, ആരെല്ലാം വേണമെങ്കിലും കല്ലെറിഞ്ഞോട്ടെ, ആരെല്ലാം വേണമെങ്കിലും ക്രൂശിക്കുക എന്ന് ആർത്തുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം വേണമെങ്കിലും തുപ്പിക്കോട്ടെ, പരിഹസിച്ചോട്ടെ, എൻ്റെ നാഥൻ്റെ, എനിക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ച എൻ്റെ നാഥൻ്റെ ആ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇതെല്ലാം ഞാൻ സന്തോഷത്തോടെ സഹിക്കും. ഇതാണ് അപ്പോസ്തലൻ്റെ തീരുമാനം. അതുകൊണ്ട് എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നത്. മരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഏത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ വരാവുന്ന സാഹചര്യമുണ്ട്. എപ്പോഴാണ്? എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരും. ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ദൈവവേല ചെയ്യും, അതിന് ഫലമുണ്ടാവും. ഇനിയും കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാം. അങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അല്ലെങ്കിൽ മരിക്കുന്നതാണോ നല്ലത്? എനിക്ക് മരിക്കുന്നതാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭം. കാരണം ഈ പീഡയെല്ലാം തീർന്നു പോകുമല്ലോ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഞാൻ വിശ്രമിക്കുമല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ്റെ സിദ്ധന്മാരോടൊരുമിച്ച്, വിശുദ്ധന്മാരോടൊരുമിച്ച് എനിക്ക് സഹവാസം ചെയ്യാമല്ലോ. എത്രയും നേരത്തെ കടന്നു പോകാമല്ലോ. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ അവന് വേണ്ടി കഷ്ടപ്പെടുവാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ മാത്രമേ എൻ്റെ വേലയ്ക്ക് ഫലം വരികയുള്ളൂ. അതിനുവേണ്ടി ഞാൻ ജീവിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. ഏത് തീരുമാനം എടുക്കണം? അവിടെയാണ് കൺഫ്യൂഷൻ. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ അയ്യോ എനിക്ക് എന്തൊരു ആഗ്രഹമാണ്. എത്രയും നേരത്തെ എൻ്റെ പ്രാണപ്രിയനെ നേരിൽ കാണാം, ആ പൊന്നുപാദം ചുംബിക്കാം, ആ തിരുമുറുകളിലേക്ക് നോക്കി അവനെ ആരാധിക്കാം. എനിക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകൾ കണ്ടുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട്, നേരിൽ കണ്ടുകൊണ്ട് എൻ്റെ യേശുവിനെ എനിക്ക് കൊതി തീരുവോളം സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഞാൻ ജഡത്തിൽ ജീവിക്കുന്നെങ്കിൽ മക്കളെ, നിങ്ങൾ നിമിത്തമാണത് ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. കാരണം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ തരുവാൻ, ക്രിസ്തു തരുന്ന സമാധാനം നിങ്ങൾക്ക് പകർന്നു തരാൻ, ക്രിസ്തു തരുന്ന ആശ്വാസം നിങ്ങൾക്ക് തരാൻ, നിങ്ങളെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ, നിങ്ങളെ സ്വർഗരാജ്യത്തിൻ്റെ ഉടമസ്ഥരാക്കി തീർക്കുവാൻ, അവകാശികളാക്കി തീർക്കുവാൻ എനിക്ക് സാധിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും. ഞാൻ ജീവനോടിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിനാണ്.
നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് വീണ്ടും 3-ാം അധ്യായം, ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഈ ലോകപ്രകാരം എനിക്ക് അനേകം കാര്യങ്ങൾ ലാഭമായി തോന്നുന്ന കാര്യങ്ങളുണ്ട്. അനേകരുടെ ദൃഷ്ടിയിൽ ഞാൻ വളരെ സഭയിൽ വലിയ ഉന്നതനാണ്, മതത്തിൽ തീക്ഷ്ണതയുള്ളവനാണ്, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിൽ ഞാൻ നല്ല തീക്ഷ്ണതയോടെ തന്നെ ഇറങ്ങി പ്രവർത്തിച്ചവനാണ്, സഭാ നേതാക്കന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും എല്ലാം കണ്ണിലുണ്ണിയായിരുന്നു ഞാൻ. ആ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഞാൻ അവൻ്റെ വസ്ത്രം കാത്തുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന ഒരു വ്യക്തിയാണ്, അഭിമാനത്തോടെ തലയുയർത്തി നിന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എന്തുകൊണ്ട് എനിക്ക് അഭിമാനിക്കാൻ എനിക്ക് വകയുണ്ടായിരുന്നു. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച അനിന്യൻ. ഇതൊക്കെയും എനിക്ക് ലാഭമായിരുന്നു. പക്ഷേ ഈ ലാഭമായിരുന്നൊക്കെയും ഞാനിപ്പോൾ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം എനിക്ക് നഷ്ടമായിപ്പോയല്ലോ. ദൈവമേ, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം, ഈ മതത്തോടുള്ള തീക്ഷ്ണതയും ഈ സഭാഭക്തിയും ദൈവമേ അനേകം നഷ്ടങ്ങൾ എനിക്ക് വരുത്തിയല്ലോ. എൻ്റെ യേശുവിനെ അറിയാതെ പോയല്ലോ. പ്രിയപ്പെട്ടവർ, എൻ്റെ ഉള്ളവും വേദനിക്കുന്ന ഒരു കാര്യം, ഞാനിങ്ങനെ വേറെ ആരും ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ യേശുവിനെ ഉപദ്രവിച്ചു. യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചു നടന്നു, യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ മധുവായിൽ ശുശ്രൂഷിച്ചു. പക്ഷേ എൻ്റെ യേശുവിനെ എനിക്ക് പരിചയമില്ലായിരുന്നു, ഹൃദയം കൊണ്ട് അവനോട് സ്നേഹമില്ലായിരുന്നു. അവൻ ക്രൂസിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചത് രംഗം ഞാൻ, പ്രിയപ്പെട്ടവരെ, അതെൻ്റെ ഹൃദയത്തിലൊരു വിഷയമല്ലായിരുന്നു. എൻ്റെ യേശു എന്നെ സ്നേഹിച്ച വിധങ്ങളൊന്നും ഞാൻ ഓർത്തില്ല. പട്ടിണിയും ദാരിദ്ര്യവും പരിവട്ടവുമായി കഴിഞ്ഞ എനിക്ക് വേണ്ടി യേശു ചെയ്ത വൻ കാര്യങ്ങൾ ഞാൻ അറിയാതെ തന്നെ എനിക്ക് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും ജോലിയും വരുമാനങ്ങളും എല്ലാം തന്നു എൻ്റെ ജീവിതത്തെ, ഈ ലോക ജീവിതത്തെ അനുഗ്രഹിച്ചതൊന്നും അന്ന് വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. അതെല്ലാം എൻ്റെ പ്രാർത്ഥനയുടെ വ്യാപം കൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്നെല്ലാം തിരിച്ചറിയുന്നു. എൻ്റെ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹമാണ് എന്നെ പിന്തുടർന്നതെന്ന് ഞാൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ അതുകൊണ്ട് ഈ പഴയ ജീവിതമെല്ലാം എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. അടുത്ത വാക്യം, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അത് അങ്ങനെയുള്ള എൻ്റെ പഴയകാല ജീവിതമെല്ലാം നഷ്ടം തന്നെയെന്ന് ഇപ്പോഴും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവൻ മരിച്ചതുപോലെ എനിക്കും മരിക്കണം. അവൻ്റെ ഒരു മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും എനിക്ക് അനുഭവിച്ചറിയണം. യേശുവിനെ അനുഭവിച്ചറിയണം. അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും എനിക്ക് അനുഭവിച്ചറിയണം. അവനോടുകൂടെ എനിക്കും കഷ്ടം സഹിക്കണം. ഈ കഷ്ടതകളെല്ലാം യേശു എനിക്ക് വേണ്ടി സഹിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ കഷ്ടതകളിൽ എനിക്കും പങ്കെടുക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ എനിക്കും കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ യേശുവിൻ്റെ നിമിത്തം, അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു ചവറെന്നെണ്ണുന്നു. സ്തോത്രം. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു ലാക്കുണ്ട്. സ്തോത്രം. എനിക്കൊരു ലാക്കുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പരമവിളിയുടെ വിരുദ്. ദൈവത്തിന് സ്തോത്രം. ആത്യന്തികമായി യേശു എന്നെ എന്തിനാണ് വിളിച്ചത്?
ആത്യന്തികമായി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അവസരം തന്നത് എന്തിനാണ്? ആ പരമവിളിയുടെ വിരുദ്ധനായി, അത് നേടിയെടുക്കേണ്ടതിനായി ഞാൻ ആ വ്യക്തമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് അപ്പോസ്തലൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാൻ എൻ്റെ യേശുവിനെ മാത്രം വിശ്വസിച്ച് അവനെ കണ്ടുകൊണ്ട് അവൻ്റെ പിന്നാലെ ആ ക്രൂശ് വേന്തി ഞാനും പോവുകയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ഞാൻ അവനോട് പറഞ്ഞ വാക്ക് അന്ത്യനാളോളം, അവൻ്റെ വരവോളം കാത്തു സൂക്ഷിക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഐ നോ ദി വൺ ഹൂം ഐ ബിലീവ്. ഐ നോ ദി വൺ. ഞാൻ ഒരാളെ അറിയുന്നു. ഐ നോ ദി വൺ ഹൂം ഐ ട്രസ്റ്റ് ആൻഡ് ഐ ആം ഷുവർ ദാറ്റ് ഹി ഈസ് ഏബിൾ ടു സേഫ്ലി ഗോഡ് ഓൾ ദാറ്റ് ഐ ഹാവ് ഗിവൺ ഹിം അണ്ടിൽ ദ ഡേ ഓഫ് ഹിസ് റിട്ടേൺ. അവൻ്റെ തിരിച്ചുവരവിൻ്റെ രണ്ടാം വരവിൻ്റെ ദിവസം വരെയും ഞാൻ അവനെ ഏൽപ്പിച്ചത്, എൻ്റെ ഉപനിധി, എൻ്റെ സമർപ്പണം, ഞാൻ അവനെ ഏൽപ്പിച്ചതായ സകലവും അവൻ സൂക്ഷിച്ച് അന്ന് വലിയൊരു പ്രതിഫലം എൻ്റെ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. എൻ്റെ തലമേൽ അവന് കിരീടം ചൂടിക്കും, എന്നെ ഒരു മുടി ചൂടിക്കും, എന്നെ വിശുദ്ധന്മാരുടെ നിലയിൽ നിർത്തി അവൻ ആദരിക്കും, എന്നെ അവന് ബഹുമാനിക്കും. ആ സ്വർഗീയമായ ആദരം പിടിച്ചു പറ്റാൻ ഞാൻ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഒരു വിശ്വാസിയുടെ മേൽ നീ പകരുന്നതായ സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അടിയങ്ങളോടൊന്ന് സംസാരിച്ചതിനാൽ നിനക്ക് സ്തോത്രം കർത്താവേ. ഈ ദുഷ്ടലോകത്ത് കർത്താവേ, നിന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ലോകത്തെ എല്ലാം പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ലോകമോഹങ്ങളെയും ലോകത്തിലെ സുഖങ്ങളെയും സൗകര്യങ്ങളെയും മനുഷ്യമാനവും എല്ലാം തള്ളിക്കൊണ്ട് കർത്താവേ, എല്ലാം രണ്ടാം സ്ഥാനത്ത് വെച്ചുകൊണ്ട് യേശുവിനെ മാത്രം ഒന്നാം സ്ഥാനത്ത് നിർത്തി സ്വർഗരാജ്യം മാത്രം ലക്ഷ്യമാക്കുവാൻ, മുന്നോട്ട് ഓടുവാൻ, ദൈവമേ ആ മഹാവിരുദ്ധനായ ലാക്കിലേക്ക് ഓടുവാൻ എനിക്കും കൃപ നൽകണമേ. ഈ വചനം കേട്ട എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ആണിപ്പാളകരം ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കണ്ണുനീർ തുടയ്ക്കണമേ. കഷ്ടതകൾക്ക് കർത്താവേ നീ ഒരു ആശ്വാസം തരണമേ കർത്താവേ. സമാധാനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതങ്ങളിൽ സമാധാനം തരണമേ കർത്താവേ. ദൈവമേ, നിൻ്റെ പരമമായ വിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസവും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. സ്തോത്രം.